രാജേഷ്, ഈ വലിയ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് നമുക്ക് കരുതാമോ? RDO കുടുംബവുമായി ചർച്ച നടത്തുന്നുണ്ട് എന്ന് അജീഷ് പറഞ്ഞല്ലോ, അത് തുടരുകയാണോ? അത് കഴിഞ്ഞു. അത് ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ഒരു ക്രമസമാധാന പ്രശ്നം ഇവിടെ പുറത്തേക്ക് ഉണ്ടായത്. അപ്പോഴാണ് ഈ RDO അടക്കമുള്ള ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എത്തി, പോലീസ് ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് എത്തി. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ബഹളമുണ്ടാക്കിയ കുറച്ച് ആളുകളെ, ഈ പരാതി നൽകിയ ആളുകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരെ ഈ കോമ്പൗണ്ടിൽ നിന്ന് നീക്കി കുറച്ചധികം ദൂരേക്ക് ഇവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവരിപ്പോൾ അവിടെ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ചില ഭാരവാഹികളുണ്ട്, അവിടെ സംസാരിക്കുകയാണ്. അല്ല മെയിൻ മിസ്സിങ് ആർക്കറിയാം? എൻ്റെ അപ്പൂപ്പൻ ഇതൊരു സമാധിയായതാണ്. ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്താലും ഞാൻ അടിച്ചത് കൊട്ടിത്തൂക്കി സമാധി ഇരിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു മെയിൻ മിസ്സിങ് കംപ്ലയിൻറ്റ് എടുത്തിട്ട് പൊളിക്കാൻ വരും അവർ. അമരവിള നിങ്ങൾക്കറിയാം, അമരവിള 2 അച്ഛനും മകൻ സമാധി ഇരിപ്പുണ്ട്. അവിടെ ആരെങ്കിലും ഫണ്ട് അടിച്ചൊന്ന് കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞാൽ ഈ പോലീസ് പൊളിക്കാൻ വരും, RDO ഉദ്യോഗസ്ഥന്മാർ വരും. ഇത് ഇവിടെ അനുവദിക്കാൻ പറ്റില്ല. ഇതിന് ഇവർ സംസാരിക്കുന്ന ഹിന്ദു സംഘടനകളുണ്ട്, ഈ കാര്യം ഡീൽ ചെയ്ത ഹിന്ദു ആചാര്യന്മാരുണ്ട്. അവരുടെ തീരുമാനം, ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ഭാഗം കേൾക്കാനുള്ളത് കേട്ടിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ആ കാര്യങ്ങളും ഉത്തരവിൽ വരുത്തി ഇന്ന കാരണങ്ങളാൽ ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, അത് പൊളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് പറയണം. ഏറ്റവും നിങ്ങളിത് നിയമപരമായിട്ട് എന്തെങ്കിലും നടപടി എടുത്തു? നമ്മുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു. കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് പാവപ്പെട്ട ഈ കുടുംബം മുഴുവൻ കേരളത്തിലും ഈ കുടുംബത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കുകയാണ്. എന്താണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ആവശ്യം? അവര് ഈ രാവിലെയും അതുപോലെ വൈകിട്ടും ഈ അച്ഛന്റെ സമാധി സ്ഥലം അവര് ഏറ്റവും പരമപവിത്രമായിട്ടും പുണ്യമായിട്ടും കാണുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് രാവിലെ അദ്ദേഹം 4 മണി തൊട്ട് ഏതാണ്ട് 7 മണി വരെ അവിടെ പൂജ ചെയ്തു. വൈകുന്നേരം അദ്ദേഹം പൂജ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓരോ ആൾക്കാർക്കും അവരുടെ വിശ്വാസം വളരെ വലുതാണ്. നിയമപരമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള യാതൊരുവിധ ഒരു തുണ്ട് കടലാസ് പോലും പോലീസ് ഇതുവരെ കൊടുത്തിട്ടില്ല, RDO ഇതുവരെ കൊടുത്തിട്ടില്ല. അവർ ഈ നാട്ടിലെ മനുഷ്യരല്ലേ, അവർ ഈ നാട്ടിൽ നികുതിക്കരം കൊടുക്കുന്ന സാധാരണപ്പെട്ട പൗരരില്ലേ? അവർക്ക് നീതി നിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പരാതി കൊടുത്താൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട്. ഈ പരാതിക്കാർക്ക് പിറകിൽ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ അവരുടെ സിവിൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കിവിടെ വഴി കൊടുക്കുന്നില്ല എന്നൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലമായിട്ടുള്ള നിക്ഷിപ്ത താല്പര്യമുണ്ട്. ആ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയാണ് പോലീസ് അവരെ കരുവാക്കുന്നത്. അതാണ് അവർക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ. ഇത് കാട്ടുനീതിയാണ് ഇവിടെ നടക്കുന്നത്. പാവപ്പെട്ട ഒരു കുടുംബം, പാവപ്പെട്ട ഒരു അമ്മ, അവരുടെ ഒന്നും ഒരു വാക്കും കേൾക്കുന്നില്ല, അവർക്കൊരു നോട്ടീസ് പോലും കൊടുക്കുന്നില്ല. ഇങ്ങനെ അപ്പൊ നിങ്ങൾ എന്താണ് ഇനിയിപ്പോ ചെയ്യാൻ? ഇപ്പൊ ഉദ്യോഗസ്ഥരെല്ലാം എത്തി, എന്താണ് നിങ്ങളുടെ ഒരു നീക്കം? ബഹുമാനപ്പെട്ട നിയമ സംവിധാനം, അത് ഏത് കോടതിയാണോ, അത് ജില്ലാ കോടതിയാണോ ഹൈക്കോടതിയാണോ, നിയമ സംവിധാനത്തെ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോകും. ഏകപക്ഷീയമായിട്ടാണ് പോലീസ് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. കുടുംബവുമായിട്ട് യാതൊരു അഭിപ്രായം പോലും ചോദിക്കാതെ, അവരുടെ ഒരു നിലപാട് പോലും ചോദിക്കാതെ, അവർക്കൊരു നോട്ടീസ് പോലും കൊടുക്കാതെ ഏകപക്ഷീയമായിട്ട് കേരള പോലീസ് മുന്നോട്ട് പോവുകയാണ്. RDOയോട് നമ്മുടെ ഈ കാര്യം പറഞ്ഞു, അവർക്ക് ഒരു സ്വാഭാവിക നീതിക്ക് വേണ്ടിയുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. പൊളിക്കുന്നത് നാളെയും പൊളിക്കാം, ഒരാഴ്ച കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് എന്നാ ഹറിബറിയായിട്ട് ഒരു നോട്ടീസ് കൊടുക്കുക. ഇപ്പൊ പൊളിക്കാൻ വന്നോ? ഇത് മാത്രം നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം അനുജ, അതാണ് ഈ കുടുംബത്തിന്റെ അഭിഭാഷകനാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹമാണ് അവരുടെ കുടുംബത്തിന്റെ ഒരു നിലപാട് പറഞ്ഞത്. എന്തായാലും പോലീസ് നോട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ പറയുന്നത്. നിയമപരമായിട്ട് ഇക്കാര്യങ്ങളെ നേരിടും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുകയാണ്. അവർ